അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇത് പഴയ പോലെ ഒന്നും അല്ല. ഇന്നിതിപ്പോൾ 4ാമത്തെ ഓർഡറാണ്. കമ്മീഷൻ നമുക്ക് ശരിയാക്കാം. ആ എന്നാ എഴുതിക്കോ. 1 ലോഡ് മെറ്റൽ, പിന്നെ അതിനാവശ്യമുള്ള കമ്മീസ്മെൻറ്റും. ആ ഇതൊരു കസ്റ്റമർ വന്ന് ഇപ്പം എല്ലാം പറഞ്ഞ പോലെ. ശരി. ആ സമാധി വേണം. ആർക്കാ? മനസ്സിലായി, വൈഫിനാണല്ലേ? ഭയങ്കര ശല്യാന്ന്. സമാധി ആക്കി കഴിഞ്ഞാൽ സമാധാനം ആയിക്കോളും. ആർക്കാ? എനിക്ക്. ആ അത് നല്ലൊരു തീരുമാനം. ഞങ്ങൾ തന്നെ പച്ച പിടിച്ചത് ആ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിന്നാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റമല്ലായിരുന്നു. പിന്നെ വൺസ് ഇതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പോ യാവുച്ചി മണ്ഡല സുറുങ്കത്തെ സമാധി നീ പാക്കുമ്പോൾ ഗിറുങ്കത്തെ മൊത്തമ പാക്കുമ്പോൾ ഡറുങ്കത്തെ. മനസ്സിലായില്ല. അതിപ്പോ ഉയിര് താഴ്ന്ന മണ്ടന്റെ ഉച്ചി പോയിട്ട് ആള് വട്ടിയാവും. സമാധി കാണാൻ പോയാൽ നിനക്ക് ഗിറാവും. പോലീസിന്റെ ലാത്തി സന്ധിക്ക് കൊള്ളുമ്പോൾ മൊത്തത്തിൽ ഡറായിക്കോളും. പോലീസ് നോക്കൂ? പിന്നെ നിയമം മൂഞ്ചായിരിക്കണല്ലോ. അല്ല അല്ല അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു കാട്ടിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ തന്നെ കാരണം ഇവിടുത്തെ പോലീസ് നിയമമാണ്. മര്യാദക്ക് ഒരു സമാധി ചെയ്യാൻ സമയക്കൂലാണ്. മോശം, വളരെ മോശം. ആ പിന്നെ ഒരു കാര്യം, ഈ ഫുഡ് ഓർഡർ ചെയ്ത് ഡിലേ വരുന്ന പോലെ സമാധിക്ക് ഡിലേ വരും. അതെന്താ? സമാധിയായി എന്നും പറഞ്ഞിട്ട് ഈ പുഴു മണ്ണിലേക്ക് കയറി അങ്ങ് നിരങ്ങും. അത് സമാധിയെ കളങ്കപ്പെടുത്തും. അതുകൊണ്ട് സൂക്ഷിക്കണം, ഡിലേ വരരുത്. സൂക്ഷിക്കാം. ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി കല്ലറ പൊളിക്കുന്നതിൽ പോലീസിനെതിരെ കുടുംബം. പൊളിക്കലുമായി മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം വഴിമുക്കിൽ ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹത. സ്വാമിയെ മകൻ സമാധിയിരുത്തിയ സംഭവത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും.